Hi all, welcome to ONCE. S4 Power Electronics and Drives-ന്റെ മൊഡ്യൂൾ 1-ലെ നമ്മളൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാറ്റിക് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് സി ആർ. എസ് സി ആറിന് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്, സ്റ്റാറ്റിക് ക്യാരയും ഡൈനാമിക് ക്യാരയും. അതിൽ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് സി ആർ ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കുക, എസ് സി ആറിൻ്റെ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് 3 ബേസിക് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ, 3 മോഡ്സ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. First one, it is known as reverse blocking mode. Okay, reverse blocking mode. Second one, it is forward blocking mode. Last one, forward conduction mode. Okay, ഇതിൽ ആദ്യത്തെ രണ്ട് കേസും they are known as off condition. രണ്ടും off condition of your SCR ആണ്. Okay, അത് reverse blocking എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, it will not allow the passage of current. ഓക്കെ, ഇപ്പോൾ ബ്ലോക്കിംഗ് കേസാണ്. റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡും അതുപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡും, ഈ രണ്ട് കേസും ദേ ആർ നോൺ ആസ് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓഫ് കണ്ടീഷൻ ഓഫ് എസ് സി ആർ. ഓക്കെ, ദെൻ മൂന്നാമത്തെ കേസാണ് ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്. ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലാണ് എസ് സി ആർ ഈസ് ആക്ച്വലി ഗെറ്റിംഗ് ഓൺ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഈ സ്റ്റാറ്റിക് വി ഐ ക്യാര ഓഫ് എസ് സി ആർ ഈ 3 കണ്ടീഷൻസും നമ്മൾ പഠിച്ചതിന് ശേഷം വിൽ ബി ഡ്രോയിങ് ദ വി ഐ ക്യാര. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ലെറ്റ് us take the case of റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് അല്ലെങ്കിൽ ഓഫ് കണ്ടീഷൻ. ഈ റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഇഫ് യു ആർ ടേക്കിംഗ് യുവർ എസ് സി ആർ സ്ട്രക്ചർ, എസ് സി ആറിൻ്റെ കേസിലേക്ക് ആനോഡിലേക്ക് നമ്മൾ മൈനസും കാത്തോഡിലേക്ക് പ്ലസും കൊടുക്കുന്ന ഒരു കണ്ടീഷനാണ്. അത് റിവേഴ്സ് ബയസിങ്. നമ്മൾ ഡയോഡൊക്കെ പഠിക്കുന്ന സമയത്ത് റിവേഴ്സ് ബയസിങ് എങ്ങനെയാണ് കൊടുക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി കണക്റ്റഡ് ടു നെഗറ്റീവ്, എൻ കണക്റ്റഡ് ടു പോസിറ്റീവ്, റിവേഴ്സ് ബയസ് ചെയ്യാൻ. സെയിം കേസ് തന്നെയാണ് എസ് സി ആറിൻ്റെ കേസിലും. നമ്മൾ പി എൻ പി ട്രാൻസിസ്റ്റർ എടുത്തിട്ട് ആനോഡ് മൈനസിലേക്കും കാത്തോഡ് പ്ലസിലേക്കും കൊടുത്തു. സോ ഈ കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ആനോഡ് കണക്റ്റഡ് ടു നെഗറ്റീവ്, ഓട്ടോമാറ്റിക്കായിട്ട് ഈ ജംഗ്ഷൻ J1 എന്നുള്ളത് റിവേഴ്സ് ബേസ്ഡ് കണ്ടീഷനിലായിരിക്കും. ഓക്കെ, ദെൻ J3 എന്നുള്ളത് റിവേഴ്സ് ബേസ്ഡ് കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലെയറും J1ഉം J3യും എന്താണ്? റിവേഴ്സ് ബേസ്ഡ് കണ്ടീഷനാണ്. സോ റിവേഴ്സ് ബേസ്ഡ് കണ്ടീഷൻ വരുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ സൈസ് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ വിൽ ബി ഹൈ. J1ഉം J3യും ഹൈ ആണ്. പക്ഷേ J2 എന്ന് പറയുന്ന ജംഗ്ഷൻ എന്തായിരിക്കും? ഫോർവേഡ് ബേസ്ഡ് ആണ്. ഓക്കെ, J2 എന്ന് പറയുന്ന ജംഗ്ഷൻ ഇറ്റ് വിൽ ബി ഫോർവേഡ് ബേസ്ഡ്. ഞാനിങ്ങനെ റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്. J2 വിൽ ബി ഫോർവേഡ് ബേസ്ഡ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ J1ഉം J3യും റിവേഴ്സ് ബേസ്ഡ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ കറണ്ട് ജസ്റ്റ് ലീക്കേജ് കറണ്ട് അല്ലെങ്കിൽ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് മാത്രമേ അങ്ങോട്ട് കണ്ടക്ഷൻ ഉണ്ടാവുള്ളൂ. ലീക്കേജ് കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യുന്നൊരു സിറ്റുവേഷൻ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദ കണ്ടീഷൻ ഫോർ റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. ഓക്കെ, ഇപ്പോൾ റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡിൽ നമ്മുടെ ആനോഡ് വിൽ ബി കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ, കാത്തോഡ് വിൽ ബി കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ. ഓക്കെ, നോക്കെ, ആനോഡ് ദാ when your cathode is made positive with respect to anode and ഗേറ്റിലേക്ക് പൾസ് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യാത്ത കണ്ടീഷനാണ് ഈ പറയുന്ന റിവേഴ്സ് ബ്ലോക്കിംഗ് കണ്ടീഷൻ. സോ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിരിക്കും? ജംഗ്ഷൻ J1 ആൻഡ് J3 വിൽ ബി റിവേഴ്സ് ബേസ്ഡ് കണ്ടീഷൻ. ആ കണ്ടീഷനിൽ നമ്മുടെ എസ് സി ആറിലൂടെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ലീക്കേജ് കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. ദെൻ റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഓഫ് സ്റ്റേറ്റ് ഓഫ് ദ തൈറിസ്റ്റർ എന്നുള്ളൊരു കേസ് മാത്രമേ പറയുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ നോക്കുക, നമ്മൾ ഈ പറയുന്ന റിവേഴ്സ് വോൾട്ടേജ് നമ്മൾ പതുക്കെ കൂട്ടി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം റിവേഴ്സ് ബ്ലോക്കിംഗ് കണ്ടീഷനിൽ നമ്മൾ പതുക്കെ ഈ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ J1ഉം J3യും റിവേഴ്സ് ബേസ്ഡ് ആണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വിട്ട് നമ്മൾ ഈ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കായിട്ട് അവലാൻച് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ഡയോഡിൽ പഠിച്ച പോലെ തന്നെ റിവേഴ്സ് ബേസ്ഡ് കണ്ടീഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവലാൻച് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. സോ വാട്ട് ഹാപ്പൻസ്? ഒരു പർട്ടിക്കുലർ വോൾട്ടേജിന് ശേഷം ദാറ്റ് വോൾട്ടേജ് ഈസ് നോൺ ആസ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഓർ VBR. ക്ലിയർ ആണല്ലോ? സോ അറ്റ് ദാറ്റ് ടൈം വാട്ട് ഹാപ്പൻസ്? അവലാൻച് ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്യും. അവലാൻച് ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. ആ സമയത്ത് റിവേഴ്സ് കറണ്ട് വിൽ ഇൻക്രീസ് റാപ്പിഡ്ലി. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളൊന്ന് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? നമ്മുടെ തേർഡ് ക്വാഡ്രന്റ് നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. അതായത് ആനോഡിലേക്ക് മൈനസും കാത്തോഡിലേക്ക് പ്ലസും എന്നുള്ള കണ്ടീഷനിൽ റിവേഴ്സ് വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നത്. റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ നിങ്ങൾ ക്യാര നോക്കുകയാണെങ്കിൽ പതുക്കെ ലീക്കേജ് കറണ്ട്, റിവേഴ്സ് ലീക്കേജ് കറണ്ട് മാത്രമേ ഇൻക്രീസ് ചെയ്യുള്ളൂ. കണ്ടോ? ആ ഒരു കറണ്ട് മാത്രമേ ഇവിടെ ഫ്ലോ ചെയ്യുള്ളൂ. ഫ്ലോ ചെയ്ത് ഒരു പർട്ടിക്കുലർ വോൾട്ടേജിന് ശേഷം that voltage is known as
റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. കണ്ടോ? ഇപ്പോൾ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് ശേഷം വാട്ട് ഹാപ്പൻസ്? ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് അറ്റ് J1 ആൻഡ് J3. ഈ രണ്ട് ലെയറിലും J1ലും J3ലും റിവേഴ്സ് ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്നു. കറണ്ട് നേരെ ഷൂട്ടപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ നടന്നു കഴിയുമ്പോൾ കറണ്ട് ഷൂട്ടപ്പ് ചെയ്യും. ഇതാണ് റിവേഴ്സ് ബ്ലോക്കിംഗ് കണ്ടീഷൻ. ഇപ്പോൾ റിവേഴ്സ് ബ്ലോക്കിംഗ് കണ്ടീഷനിൽ ഈ അവലാഞ്ച് ബ്രേക്ക് ഡൗണിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ പറയുന്ന SCRൽ കറണ്ട് ഷൂട്ടപ്പ് ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷൂട്ട് ചെയ്ത കണ്ടീഷനിൽ അല്ലെങ്കിൽ കറണ്ട് വളരെ ഫാസ്റ്റായിട്ട് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രേക്ക് ഡൗണിന് ശേഷം പിന്നെ ആ ഡിവൈസ് കനോട്ട് ബി യൂസ്ഡ് അല്ലേ? അല്ലെങ്കിൽ ഈ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ പോയിന്റിന് ശേഷം മാക്സിമം നമ്മൾ ഈ ബ്രേക്ക് ഡൗൺ ലിമിറ്റ് വിട്ടിട്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാറില്ല. ഇറ്റ് വിൽ ഡാമേജ് യുവർ ഡിവൈസ്. ഓക്കെ, സോ ദിസ് ഇസ് നോൺ ആസ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്താണ്? ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ ചെയ്യുന്നത് നമ്മുടെ SCR ദാ ഈ ഒരു കേസ് എടുക്കുക. SCRൻ്റെ ആനോഡിലേക്ക് ഞാൻ പ്ലസ് കൊടുക്കും, കാത്തോഡിലേക്ക് മൈനസ് കൊടുക്കും. ഇതാണ് നമ്മുടെ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് കണ്ടീഷൻ. ഇപ്പം നിങ്ങൾ നോക്കി എന്തുകൊണ്ടാണ് അങ്ങനെ ഫോർവേഡ് ബയാസ് ചെയ്തിട്ടും ഈ SCR കണ്ടക്ട് ചെയ്യാത്ത? ഇത് ഫസ്റ്റ് നമ്മുടെ P1 ലെയർ, ദെൻ N1 ലെയർ, P2 ലെയർ ആൻഡ് N2 ലെയർ. ഇതാണ് നമ്മുടെ കേസ് അല്ലേ? അപ്പോൾ ദിസ് ഇസ് മൈ ആനോഡ് ആൻഡ് ദിസ് ഇസ് മൈ കാത്തോഡ്. ക്ലിയർ? ഇത് നമ്മുടെ ഗേറ്റ്. നോക്കുക, ആനോഡിലേക്ക് ഞാൻ പോസിറ്റീവ് കൊടുത്തു, കാത്തോഡിലേക്ക് മൈനസ് കൊടുത്തു. സോ വാട്ട് ഹാപ്പൻസ്? ഇതാണ് എൻ്റെ ഫസ്റ്റ് ജംഗ്ഷൻ J1, ഇതെൻ്റെ സെക്കൻഡ് ജംഗ്ഷൻ J2, ഇത് ജംഗ്ഷൻ J3. അപ്പോൾ ആനോഡിലേക്ക് പോസിറ്റീവും കാത്തോഡിലേക്ക് നെഗറ്റീവും കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പറ്റും? ജംഗ്ഷൻ J1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോർവേഡ് ബേസ്ഡ് കണ്ടീഷനിലേക്കായിരിക്കും. ഓക്കെ, J3 ഓൾസോ വിൽ ബി ഫോർവേഡ് ബേസ്ഡ് കണ്ടീഷൻ. ഇത് രണ്ടും ഫോർവേഡ് ബേസ്ഡ് കണ്ടീഷൻ ആയിരിക്കും. പക്ഷേ J2 മാത്രം എന്തായിരിക്കും? സൈസ് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ ഇൻക്രീസസ്. ഇത് റിവേഴ്സ് ബേസ്ഡ് കണ്ടീഷൻ ആയിരിക്കും. അപ്പോഴും എന്താണ്? നമ്മുടെ ഡിവൈസ് ശരിക്കും ഒരു ഓഫ് കണ്ടീഷനാണ്. കാരണം J2 എന്ന് പറയുന്ന ജംഗ്ഷൻ ഇറ്റ് ഈസ് റിവേഴ്സ് ബേസ്ഡ്. ഓട്ടോമാറ്റിക്കായിട്ട് ആനോഡിൽ നിന്ന് ഇതുവഴി നമുക്ക് ചാർജ് കാരിയേഴ്സിന് ഫ്ലോ ചെയ്യാനുള്ള അല്ലെങ്കിൽ കറണ്ടിൻ്റെ പാസേജ് നടക്കാത്തൊരു കണ്ടീഷനാണ്. ശരിയല്ലേ? സോ ദാറ്റ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് ഓഫ് ഓപ്പറേഷൻ. സോ ഈ കേസിലും എന്താണ്? നമ്മൾ ആനോഡിലേക്ക് പോസിറ്റീവാണ് കൊടുക്കുന്നത്. ആനോഡ് ഈസ് പോസിറ്റീവ്. ഓക്കെ, ആനോഡ് ഈസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കാത്തോഡ്. ദെൻ J1ഉം J3യും ഫോർവേഡ് ബേസ്ഡ് കണ്ടീഷനിലാണ്, പക്ഷേ J2 റിവേഴ്സ് ബേസ്ഡ് ആണ്. സോ ഈ കണ്ടീഷനിലും എന്ത് മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ? ഫോർവേഡ് ലീക്കേജ് കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ കണ്ടീഷനിലും എന്താണ്? SCR ഇറ്റ് ഈസ് അണ്ടർ ഓഫ് കണ്ടീഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഗ്രാഫിക്കലായിട്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുണ്ടോ? ഫോർവേഡ് വോൾട്ടേജ് ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഉണ്ടോ? ഫോർവേഡ് ആ കണ്ടീഷൻ എന്താണ്? കണ്ടക്ഷൻ ഇല്ല, ലീക്കേജ് കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. സോ കറണ്ട് പതുക്കെ റൈസ് ചെയ്യുന്നൊരു കണ്ടീഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ഉണ്ടോ? ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ നിന്ന് ഫോർവേഡ് ബ്ലോക്കിംഗ് കണ്ടീഷനിൽ നിന്ന് നമുക്ക് ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലേക്ക് കൊണ്ടുവരണമെങ്കിൽ യു ക്യാൻ ഇൻക്രീസ് യുവർ വോൾട്ടേജ്. ഫോർവേഡ് വോൾട്ടേജ് നമുക്ക് വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വിട്ട് ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ഇത് കണ്ടോ? ഈ ഒരു ലിമിറ്റ് വിട്ട് കഴിയുമ്പോൾ, അതായത് ദാറ്റ് ലിമിറ്റ് ഈസ് നോൺ ആസ് ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഈ ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് ഈ ലിമിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ M എന്ന് പറയുന്ന പോയിന്റിൽ SCR ഗോസ് ഇൻ ടു യുവർ ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്. ഓക്കെ, പക്ഷേ നമ്മൾ ഈ ഒരു മെത്തേഡ് അല്ല ഫോളോ ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ട് ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ നിന്ന് കണ്ടക്ഷൻ മോഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് വിൽ അപ്ലൈ ഗേറ്റ് പൾസ് അല്ലെങ്കിൽ ഗേറ്റ് ട്രിഗറിങ് മെത്തേഡാണ്. ഇതുവഴി നമ്മളൊരു ഗേറ്റ് കാത്തോഡിന് അക്രോസ് ഒരു സർക്യൂട്ട് കൊടുത്ത് ഒരു ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് ഒരു ഗേറ്റ് കറണ്ട് ഞാൻ പാസ് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ്? ഇതുവഴി ചാർജ് കാരിയേഴ്സ് ഇഞ്ചെക്റ്റ് ചെയ്യും. ഓക്കെ, സോ ആസ് യു പാസ് യുവർ ഗേറ്റ് കറണ്ട് അല്ലെങ്കിൽ ഗേറ്റ് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ ചാർജ് കണ്ടക്ഷൻ ഹാപ്പൻസ് ഇൻ കേസ് ഓഫ് SCR. ഓക്കെ, അപ്പോൾ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ നിന്ന് ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലേക്ക് കൊണ്ടുവരാൻ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർവേഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാം. ബ്രേക്ക് ഓവർ വോൾട്ടേജിന് ശേഷം ഈ ജംഗ്ഷൻ ഗോസ് ടു അവലാഞ്ച് ബ്രേക്ക് ഡൗൺ.
ഇവിടുന്ന് കണ്ടക്ഷൻ കണ്ടീഷനിലേക്ക് വരും. പക്ഷെ നമ്മൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യാറില്ല, കാരണം ഡിവൈസ് ഡാമേജ് കണ്ടീഷനിലേക്ക് പോകും. സോ നമ്മൾ എന്താ ചെയ്യാറ്, നമ്മളൊരു ഗേറ്റ് പൾസ് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഗേറ്റ് പൾസ് കൊടുക്കുമ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്ട്രെങ്ത് ഓഫ് യുവർ ഗേറ്റ് പൾസ് അല്ലെങ്കിൽ ഗേറ്റ് കറണ്ട്, വളരെ ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു ഹൈ ഗേറ്റ് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നമ്മുടെ SCR കണ്ടക്ഷൻ കണ്ടീഷനിലേക്ക് പോവാണ്. സോ ദിസ് ഇസ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയുമ്പോൾ ഇതും ഓഫ് കണ്ടീഷനാണ്. ഓക്കെ, ഇപ്പോൾ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ നിന്ന് SCRനെ നമുക്ക് ഫോർവേഡ് കണ്ടക്ഷൻ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്നില്ലെങ്കിൽ ഫോർവേഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗേറ്റ് പൾസ് അപ്ലൈ ചെയ്യുക. നൗ വാട്ട് ഇസ് ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്? എന്താണ് ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്? ഇപ്പോൾ ഫോർവേഡ് കണ്ടക്ഷൻ മോഡിൽ എന്താണ്, നമ്മുടെ ആനോഡ് പോസിറ്റീവാണ്, കാത്തോഡ്, അതായത് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ എന്താണോ സിറ്റുവേഷൻ, ഇത് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വിട്ട് നമ്മളിത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ആഫ്റ്റർ ദ ബ്രേക്ക് ഡൗൺ തൈറിസ്റ്റർ ഗെറ്റ്സ് ഇൻ ടു ടേൺ ഓൺ പൊസിഷൻ. ഈ ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്നുള്ള ആ ഒരു പോയിന്റ് കഴിയുമ്പോൾ ജംഗ്ഷൻ J2 അണ്ടർഗോസ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. ആൻഡ് വാട്ട് ഹാപ്പൻസ്, ഈ പറയുന്ന M പോയിന്റ് ഇതുണ്ടോ, ഈ M എന്ന് പറയുന്ന ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് കഴിയുമ്പോൾ ഈ പോയിന്റ് ഗെറ്റ്സ് ഷിഫ്റ്റഡ് ടു N ആൻഡ് ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ഫോർവേഡ് കണ്ടക്ഷൻ കണ്ടീഷൻ. ഇതാണല്ലോ ഇതിന്. അപ്പോൾ ഈ NK എന്ന് പറയുന്ന ആ ഒരു ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് എന്ന് പറയുന്നത്. ഇതാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ്, അതായത് ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കണ്ടക്ഷൻ കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്ന മെത്തേഡ് സാധാരണ ചൂസ് ചെയ്യാറില്ല. നമ്മൾ ഏത് മെത്തേഡ് ചൂസ് ചെയ്യാറുള്ളൂ, ഇതാണ് മെത്തേഡ്. പോസിറ്റീവ് ഗേറ്റ് പൾസ് നമ്മൾ അപ്ലൈ ചെയ്യും ഗേറ്റിനും കാത്തോഡിനും ക്രോസും, എന്നിട്ട് നമ്മൾ കണ്ടക്ഷൻ മോഡിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കാം. ഇതാണ് ദിസ് ഇസ് നോൺ ആസ്, നമ്മൾ 3 മോഡ്സ് പറഞ്ഞത് റെപ്രസെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ഗീവ്സ് യുവർ സ്റ്റാറ്റിക് വേക്കാര. ഓക്കെ, സോ തേർഡ് ക്വാഡ്രൻറ്റ് റെപ്രസെൻറ്റ്സ് ദ തേർഡ് ക്വാഡ്രൻ്റ് ആണ് നമ്മുടെ റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് എക്സ്പ്ലെയിൻ ചെയ്തത്. റിവേഴ്സ് വോൾട്ടേജ് കൊടുത്തു കഴിയുമ്പോൾ കണ്ടക്ഷൻ ഡസ് നോട്ട് ഹാപ്പൻസ്, ലീക്കേജ് കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. ഒരു പർട്ടിക്കുലർ ലിമിറ്റ്, ദാറ്റ് ഈസ് റിവേഴ്സ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് കഴിയുമ്പോൾ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് ആൻഡ് ഗോസ് ടു കറണ്ട് ഷൂട്ടപ്പ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ഫോർവേഡ് ബ്ലോക്കിംഗ്. ഫോർവേഡ് ബ്ലോക്കിംഗ് എന്ന് പറയുന്നത് എന്താ, ആനോഡ് ഈസ് പോസിറ്റീവ്, കാത്തോഡ് ഈസ് നെഗറ്റീവ്. ലീക്കേജ് കറണ്ട് മാത്രമേ അപ്പോഴും ഫ്ലോ ചെയ്യുന്നുള്ളൂ, നമ്മുടെ ലീക്കേജ് കറണ്ട് മാത്രം ഫ്ലോ ചെയ്യും. ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ഈ ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്നുള്ള സിറ്റുവേഷൻ വരെ നമുക്ക് പറയാം ഇറ്റ് ഈസ് അണ്ടർ ഫോർവേഡ് ബ്രേക്ക് ബ്ലോക്കിംഗ് മോഡ്. ഇനി ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജിന് ശേഷം വീണ്ടും ഞാൻ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ M എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നേരെ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, N എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ശരിയാണല്ലോ. ആൻഡ് ഇറ്റ് ഗോസ് ടു കണ്ടക്ഷൻ, ഫോർവേഡ് കണ്ടക്ഷൻ കണ്ടീഷനിലേക്ക് എത്തും. ശരിയാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് സ്റ്റാറ്റിക് VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാറ്റിക് VI ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിൽ 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. വാട്ട് ഡു യു മീൻ ബൈ ലാച്ചിങ് കറണ്ട് ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ ഹോൾഡിംഗ് കറണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ലാച്ചിങ് കറണ്ട് ഹോൾഡിംഗ് കറണ്ട് കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നതിന് തൊട്ട് മുന്നേ ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അപ്ലൈയിങ് ഗേറ്റ് കറണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഗേറ്റ് പൾസാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ അതായത് ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് ഈ ഒരു ലിമിറ്റ് എത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ലിമിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ഗേറ്റ് കറണ്ട് അപ്ലൈ ഒന്നും ചെയ്യുന്നില്ല അല്ലേ, ജസ്റ്റ് ആ ഫോർവേഡ് വോൾട്ടേജ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആ ബ്രേക്ക് ഓവർ വോൾട്ടേജ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻസ്, ദിസ് ഗോസ് ടു കണ്ടക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക, ഒരു ഗേറ്റ് പൾസ് ഞാൻ അപ്ലൈ ചെയ്യണം. ഗേറ്റ് പൾസ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ, ഗേറ്റ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്താ അവിടെ നടക്കുന്നത്, ശരിക്കും നമ്മുടെ ഈ ബ്രേക്ക് ഓവർ വോൾട്ടേജ് അല്ലെങ്കിൽ ഈ ബ്രേക്ക് ഡൗൺ നടക്കുന്ന ഈ ഒരു പോയിന്റ് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കേട്ടോ, IG1 മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് VBO എന്ന് പറയുന്ന പോയിന്റ് ഇറ്റ് ഗെറ്റ്സ് ഷിഫ്റ്റഡ് ടു V1. വാട്ട് ഹാപ്പൻസ്, ഞാൻ ഗേറ്റ് കറണ്ട് വീണ്ടും കൂട്ടി, അപ്പോൾ IG1 ഇൻറ്റൻസിറ്റി കൂട്ടിയ ഗേറ്റ് കറണ്ട് കൊടുത്തു. അപ്പോൾ എന്താ, SCR വളരെ ഫാസ്റ്റായിട്ട് വീണ്ടും കണ്ടക്ഷനിലേക്ക് പോയി. ഗേറ്റ് കറണ്ട് വീണ്ടും കൂട്ടി, അതായത് IG3 കണ്ടോ, IG3. അപ്പോൾ IG3യുടെ വാല്യൂ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ IG2 ഗ്രേറ്റർ ദാൻ IG1 ആണ്. ഗേറ്റ് കറണ്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ വളരെ ഇൻറ്റൻസിറ്റി കൂടിയ ഗേറ്റ് കറണ്ട് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ SCR എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, കണ്ടക്ഷൻ കണ്ടീഷനിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഗേറ്റ് പൾസിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് ആംപ്ലിറ്റ്യൂഡും അതുപോലെ തന്നെ പൾസ് ഡ്യൂറേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്യൂറേഷൻ കൂടിയ നല്ല ആംപ്ലിറ്റ്യൂഡുള്ള ഗേറ്റ് പൾസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ SCR കണ്ടക്ഷൻ കണ്ടീഷനിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കണ്ടോ, ഏറ്റവും മാഗ്നിറ്റ്യൂഡ് കൂടുതലുള്ള ഗേറ്റ് കറണ്ടിന് കുറവ് ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് മതി. കണ്ടോ, V3 കുറവായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഓവർ വോൾട്ടേജ്
ബ്രേക്ക് ഓവർ വോൾട്ടേജ് ഷിഫ്റ്റ് ചെയ്തു ഇങ്ങോട്ട്. ദെൻ IG2 ആണെങ്കിൽ എന്ത് പറ്റി, വീണ്ടും ബ്രേക്ക് ഓവർ വോൾട്ടേജ് കൂടി ഉണ്ടോ. IG1 ആകുമ്പോൾ വീണ്ടും നമ്മൾ ബ്രേക്ക് ഓവർ വോൾട്ടേജ് കൂടി. ഓക്കെ, സോ ആസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഗേറ്റ് പൾസ് ഇൻക്രീസസ് നമ്മുടെ ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് ഷിഫ്റ്റ് ചെയ്ത് ബാക്കോട്ട് ഷിഫ്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ SCR കണ്ടക്ഷൻ കണ്ടീഷനിലേക്ക് പോകുന്നുണ്ട്. ഇത് കൂടി മനസ്സിലാക്കി വയ്ക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് കൂടി മനസ്സിലാക്കി വയ്ക്കും. നെക്സ്റ്റ് 2 ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന് ലാച്ചിങ് കറണ്ടും ഒന്ന് ഹോൾഡിംഗ് കറണ്ടും. ക്ലിയർ ആണല്ലോ. ഇപ്പോഴേ മനസ്സിലാക്കി വയ്ക്കുക, ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ടേൺ ഓൺ പ്രോസസ്. ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ടേൺ ഓഫ് പ്രോസസ്. ഓക്കെ, എന്താണ് ലാച്ചിങ് കറണ്ട്? ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഗേറ്റ് പൾസ് ഒക്കെ അപ്ലൈ ചെയ്തു, കണ്ടക്ഷൻ കണ്ടീഷനിലേക്ക് വന്നു. ഈ കണ്ടക്ഷൻ കണ്ടീഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ആനോഡ് കറണ്ടിന് ഒരു മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യണം ഫോർ യുവർ SCR ടു ബി ഇൻ ഓൺ കണ്ടീഷൻ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ദാറ്റ് വാല്യൂ ഈസ് നോൺ ആസ് ലാച്ചിങ് കറണ്ട്. സോ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ദ മിനിമം വാല്യൂ ഓഫ് ആനോഡ് കറണ്ട് which it must attain during turn on process to maintain conduction when the gate signal is removed. അതായത് നമ്മൾ ഗേറ്റ് സിഗ്നലൊക്കെ അപ്ലൈ ചെയ്തു, SCR കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. ആനോഡ് കറണ്ട് ഒരു മിനിമം വാല്യൂ എത്തുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഗേറ്റ് സർക്യൂട്ട് പിൻവലിച്ചു കഴിഞ്ഞാൽ SCR ചിലപ്പോൾ കണ്ടക്ഷൻ കണ്ടീഷനിലേക്ക് വരണമെന്നില്ല. ഒരു മിനിമം വാല്യൂ ഓഫ് ആനോഡ് കറണ്ട് അത് റീച്ച് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഗേറ്റ് പൾസോ ഗേറ്റ് കറണ്ട് സർക്യൂട്ടോ വലിച്ച് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടക്ഷനിൽ ഇരുന്നോളൂ. ക്ലിയർ ആണല്ലോ. സോ ദാറ്റ് വാല്യൂ ഈസ് നോൺ ആസ് ലാച്ചിങ് കറണ്ട്. ലാച്ചിങ് കറണ്ട്. അപ്പോൾ എന്താണ് ഹോൾഡിംഗ് കറണ്ട്? ഇനി നോക്കുക, വൺസ് യുവർ SCR ഓൺ കണ്ടീഷനിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആ SCRൻ്റെ ആനോഡ് കറണ്ടിനെ ഒരു പർട്ടിക്കുലർ വാല്യൂ താഴെ കൊണ്ടുവന്നാൽ മാത്രമേ എൻ്റെ SCR ഓഫ് കണ്ടീഷനിലേക്ക് വരുള്ളൂ. ഓക്കെ, സോ ദാറ്റ് വാല്യൂ ഓഫ് കറണ്ട് ഈസ് നോൺ ആസ് ഹോൾഡിംഗ് കറണ്ട്. അപ്പോൾ ഹോൾഡിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മിനിമം വാല്യൂ ഓഫ് ആനോഡ് കറണ്ട് ബിലോ വിച്ച് it must fall in order to turn off the thyristor. Okay, so that is known as holding current. ഈ 2 കൺസെപ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്റ്റാറ്റിക്കാരെ ചോദിക്കുമ്പോൾ ഷോർട്ട് ആൻസർ ആയിട്ട് വേണമെങ്കിൽ ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടും വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ വാട്ട് ഈസ്, അല്ലെങ്കിൽ ഹൗ ക്യാൻ യു ഡിഫൈൻ ലാച്ചിങ് കറണ്ട് ആൻഡ് ഹോൾഡിംഗ് കറണ്ട് എന്നുള്ള ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ഒന്നില്ലെങ്കിൽ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സോ അല്ലെങ്കിൽ ഡൈനാമിക് ആരോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടും ഷോർട്ട് ആൻസർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, താങ്ക് യു.